ഹലോ ഗൈസ്, എല്ലാവർക്കും ഷെഫ് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ നമ്മൾ ഇപ്പം കുംതാ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് തരമ്പൂർ ഒരു ബ്ലോക്ക് കിട്ടിയോണ്ട് നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓടി എത്തേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ ഇവിടെ എത്തണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാവിലെ പകൽ ഫുള്ള് നമ്മൾ വണ്ടി ഓടിക്കായിരുന്നു. വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും സമയം കിട്ടിയില്ല, വേറെ ഒരു കാര്യത്തിനും സമയം കിട്ടിയില്ല. അപ്പോൾ നേരെ ഇന്നലെ നമ്മൾ മഹാരാഷ്ട്രയും കർണാടകയും മഹാരാഷ്ട്ര ഫുള്ള് കവർ ചെയ്തു. കർണാടക ഇപ്പോൾ തീരും. മംഗലാപുരത്തിന് ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു 200 കിലോമീറ്ററിനേ ഉള്ളൂ. അപ്പോൾ ഒരു കിടുക്കാച്ചി വീഡിയോ കാണാം കേട്ടോ. നമുക്ക് നമ്മുടെ ഈ ഭാഗത്തോട്ടൊക്കെ വന്നാൽ നമുക്കൊരു നാട്ടുമ്പുറം ഫീൽ നമ്മൾ കർണാടകയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ജാത്തെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ കയറിയതാണ്. പക്ഷെ ഭയങ്കര മഴയാണ് അവിടെ. ഈ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. നമ്മൾ ചായ കുടിക്കാൻ നേരത്തെ കടയുടെ പുറകിൽ ചുമ്മാ നോക്കിയത് കേട്ടോ. ആ ബാക്കിൽ ഫുള്ള് കാണുന്നത് അനാറിൻ്റെ തോട്ടങ്ങളാട്ടോ. ആ ചെറിയ പൊക്കം കുറഞ്ഞിരിക്കുന്ന ചെടി അനാറിൻ്റെ ചെടി, അതായത് മാതള നാരങ്ങയുടെ ചെടികളാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ടായി കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. രാവിലെ ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ചായ പിടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു നല്ല കട തപ്പിക്കൊണ്ടിരിക്കുക. മംഗലാപുരത്തായിട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വണ്ടിയിൽ ഗ്യാസ് കയറുന്നുണ്ടോ. ഗ്യാസ് സിലിണ്ടർ തപ്പി നടക്കാൻ തന്നെ കുറേ നേരം, കുറേ പമ്പിൽ കയറി നോക്കി. ഒരു പമ്പിൽ സംഭവമില്ല. രാവിലെ തൊട്ട് ഭയങ്കര മഴ കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം കയറി മണ്ടാരടയും കിടക്കും. നേരമായിട്ട് നമ്മൾ ഹോട്ടൽ തപ്പിയുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നല്ലൊരു ഹോട്ടൽ കിട്ടിയില്ല കേട്ടോ. 2-3 സ്ഥലത്ത് അറേഞ്ച് ചെയ്തു, പക്ഷേ അവിടെ ഒന്നും ഫുഡില്ല. നമ്മൾ പുറകെ കാണാൻ ഒരു ചെറിയ കടയിൽ കയറി ചായ കുടിച്ചു. പിന്നെ നമ്മൾ നേരെ പോകട്ടെ മംഗലാപുരം. ഇവിടെ നിന്ന് ഒരു 170 കിലോമീറ്റർ ഉണ്ട് മംഗലാപുരത്തിന്. ഇനി അങ്ങോട്ട് ഡ്രൈവിങ് നമ്മളാണ്. അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ഇനി ഇവിടുന്ന് മംഗലാപുരം വരെ നമ്മൾ ഓടിക്കും. നമ്മൾ മംഗലാപുരത്തിന് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. 165 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് മംഗലാപുരത്തിന്. ഓക്കെ, ഇനി ഇവിടുത്തേന്ന് ഒരു 52 കിലോമീറ്ററിനുണ്ട് ബാംഗ്ലൂർ. ഭയങ്കര മഴയാണ്, അതുകൊണ്ട് പതുക്കെയായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ കേരളത്തിലെത്തി കേട്ടോ. ഒരു നീണ്ട 14 ദിവസത്തിന് ശേഷം ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് അടുത്ത യാത്ര തുടങ്ങാൻ നിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 5 മണിയായിട്ടോ. നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെയാണ് വണ്ടി നിർത്തണേ. അങ്ങനെ നമ്മൾ കണ്ണൂർ വരെ എത്തി കേട്ടോ. തലപ്പാടി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ കയറി കിടക്കുമായിരുന്നു. ഞാനിപ്പോൾ എഴുന്നേറ്റുള്ളൂ. പിന്നെ നമ്മളിവിടെ കണ്ണൂർ വന്നു. ഇവിടെ ഈ ഒരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇവിടെ നേരെ കോഴിക്കോട് നേരെ തൃശ്ശൂർ നേരെ എറണാകുളം. അവിടെ ചെന്ന് കടയിൽ പോയി ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി നേരെ ഇവിടെ നിന്ന് പോവാണ്. രാത്രിയായി. നേരെ എറണാകുളത്തിന് പോവാണ്. അപ്പോൾ കാണാം. ഇനിയിപ്പോൾ എറണാകുളം ചിലപ്പോൾ തന്നെ രാവിലെ ഒരു 5 മണി 6 മണിയൊക്കെ ആവും. രാവിലെ തന്നെ ചെന്ന് ലോഡൊക്കെ ഇറക്കി ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി കയറിയിട്ട് ഏകദേശം 10-14 ദിവസമായി നേരെ വീട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വണ്ടി എടുത്തു കേട്ടോ കണ്ണൂരിൽ നിന്ന്. അങ്ങനെ നമ്മൾ മാഗി വരെ എത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് കയറ്റിയേക്കാണ്. നമ്മുടെ വെള്ളം എന്ന് പറഞ്ഞാൽ പറയാലോ, നമ്മുടെ വണ്ടിയുടെ വെള്ളം നിറയ്ക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടോ നമ്മളിങ്ങനെ പോകണേ. 81-80. ഇപ്പോൾ വണ്ടിയിൽ ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് വണ്ടി ഒന്ന് കയറ്റിയിട്ട് ഒതുക്കിയിട്ടുന്നുള്ളൂ കേട്ടോ. ഒന്ന് കുളിച്ചിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ പോകും. സമയം ഇപ്പോൾ ഏകദേശം 1 മണിയാവാം. ഈ റോഡ് പണി നടക്കണോണ്ട് നമുക്ക് പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഒന്നാമത് വണ്ടിക്ക് നല്ല ലോഡും ആയതുകൊണ്ട് വണ്ടി ചെറിയ കട്ടറി ചാടിയാൽ പോലും വണ്ടി ശരിക്കും ഒലയും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പതുക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. കോഴിക്കോട് എത്തിയിട്ടില്ല നിലവിൽ, പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ അവസാനം വണ്ടി ലോഡ് ഇറക്കണോടത്ത് എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ബെല്ലൈക്കണങ്ങനെ അടിച്ച് പൊളിക്കുകയാണെങ്കിലല്ലോ നമ്മൾ ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നാളെ ഒരു അടിപൊളി കിടുക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം.